ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ, നമ്മൾ ഭക്തിമാർഗം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് രുദ്രാക്ഷമൊക്കെ ധരിച്ച് നമ്മൾ ആ ഒരു തലത്തിലേക്ക് മാത്രം നമ്മളെ ഫോക്കസ് ചെയ്ത് നിർത്തുന്നതല്ല. അത് അല്ലാതെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ തലയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു വലിയ ബർഡനാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ലാതെ അതെല്ലാം എന്നാൽ കഴിയുന്ന രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യാനും അതിന് അപ്പുറത്തേക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കരുതാനും നമ്മളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാനും അങ്ങനെ നമ്മളുടെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി ഒക്കെ നമ്മളെ വളരെ ബാലൻസ് ചെയ്ത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തിക്കൊണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇൻറ്റ്യൂട്ടീവ് ലെവലിൽ നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ അഫർമേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെയധികം റേസ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ചുറ്റിനുള്ള പല ആളുകളിൽ നിന്ന് ആ ഒരു ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർ വളരെ ഫണ്ടമെൻ്റലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, പല ഓപ്പർച്യൂണിറ്റീസും വാർത്തകളും വ്യക്തികളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്ത് പോകാതെ വളരെ പ്രിസർവ് ചെയ്ത് വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം പല ആളുകളും ആ ഒരു നെഗറ്റീവ് എനർജി, ബ്ലാക്ക് എനർജി, ഡെവിൾ എനർജി എല്ലാം നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ പരിശുദ്ധമായിട്ടുള്ള ഒരു വെളിച്ചം ഇല്ലാതെയായി പോകാനുള്ളൊരു സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു എനർജിയെ പ്രിസർവ് ചെയ്ത് വെച്ചുകൊണ്ട് ഹൈ വൈബ്രേഷനിലേക്ക് എപ്പോഴും ഉയർന്നു നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് യു ആർ അൺസ്റ്റോപ്പബിൾ, അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവരുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സിൽ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് കണ്ടീഷനൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്താലും അവരെ നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു അൺസ്റ്റോപ്പബിൾ പേഴ്സണായിട്ട് മാറാനായിട്ട് സാധിക്കുക. അങ്ങനെ ഒരു അൺസ്റ്റോപ്പബിൾ പേഴ്സണായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദിനചര്യയിൽ അല്ലെങ്കിൽ റുട്ടീൻസിലൊക്കെ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷനും നല്ല സ്നേഹവും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മുന്നിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. അവിടെയെല്ലാം നമ്മളെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ യു ആർ അൺസ്റ്റോപ്പബിൾ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തതും പ്രധാനപ്പെട്ടതും കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ പല കാര്യങ്ങളും നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് നമ്മളെ വളരെ ചെറുതായിട്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ തന്നെ കുറ്റം പറയാനും ബ്ലെയിം ചെയ്യാനും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിനെ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം തന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ടും ഒരുപാട് ബ്ലെയിം കൊടുക്കാതെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. സ്പിരിച്വാലിറ്റിയുടെ പടവുകൾ ഓരോന്ന് ചവിട്ടിക്കയറുന്നവർ ഒരു നോർമൽ പേഴ്സണിൽ നിന്ന് ഒരുപാട് അറിവുകൾ, ഹിഡനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ പല ഡയമെൻഷനിലൂടെയൊക്കെ നമ്മളുടെ സ്വപ്നങ്ങളിലൂടെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകളിലൂടെയോ, അല്ലെങ്കിൽ വീഡിയോയിലൂടെയോ, യൂട്യൂബിൻ്റെ ഏതെങ്കിലും ഒരു ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണുന്നതിലൂടെയൊക്കെ പ്രപഞ്ചശക്തി നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതിൻ്റെ സത്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മളുടെ ആ ഒരു എനർജി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വാല്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മൂല്യം എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എപ്പോഴും ഒരു സ്റ്റേബിൾ പൊസിഷനിൽ കുറച്ച് വൈബ്രേഷൻ എനർജി ലെവൽ ഹൈ ആക്കിക്കൊണ്ട് നമ്മളെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക.
അങ്ങനെയാകുമ്പോൾ എന്ത് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും വാർത്തകളും വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം കർമ്മം അധിഷ്ഠിതമായിട്ടായതുകൊണ്ട് നമുക്ക് ഒറ്റപ്പെട്ട് വളരെ ഐസൊലേറ്റ് ചെയ്തൊരു മരുഭൂമിയിലൊക്കെ ചെന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ എത്ര നെഗറ്റിവിറ്റി ആയാലും പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും, അത് ജോലി സംബന്ധമായിട്ടായാലും റിലേഷൻഷിപ്പിൻ്റെ സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കർമ്മ മേഖലയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണെങ്കിലും നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു നമ്മളുടെ എനർജിയെ വളരെയധികം ഉയർത്തി നിർത്തണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എന്താണ് ആ ഓപ്പർച്യൂണിറ്റി, അവിടെ എന്താണ് കാര്യം വന്നത്, കാര്യത്തിൻ്റെ ഗൗരവം മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ പുഷ് ചെയ്ത് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. വന്ന വ്യക്തി, അവരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവരോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇമോഷൻസിലേക്കൊന്നും കടന്നു പോകാതെ മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു റിയാക്ഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അതായത് നമ്മളുടെ മുന്നിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളുടെ ഗൗരവത്തിനനുസരിച്ച് നമ്മളുടെ ഇമോഷൻസ് ഇങ്ങനെ ഉയർന്നും താഴ്ന്നും വരാതിരിക്കുക. എൻ്റെ മനസ്സിന് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിങ്ങളെ അങ്ങനെ ആയിരുന്നില്ലല്ലോ കണ്ടത്, ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചു വെച്ചിരുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഒക്കെ മാറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നിലൊരു പ്രശ്നം വരുമ്പോൾ, വാർത്ത വരുമ്പോൾ, വ്യക്തി വരുമ്പോൾ 1-2 ദിവസം കൊണ്ടൊക്കെ അതിൻ്റെ കാര്യത്തിൻ്റെ ആ ഒരു വ്യക്തത നമുക്ക് മനസ്സിലാകുമ്പോൾ അവിടെ എന്ത് റിയാക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് കയറി റിയാക്ഷൻ എടുക്കാതെ ഒന്ന് ചിന്തിച്ച് നമ്മൾ ഇത്തിരി നേരം മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളുടെ ഇൻഡ്യൂട്ടീവ് ലെവലിൽ നമുക്ക് എന്ത് തോന്നുന്നോ അതിനനുസരിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ഡിസ്കംഫോർട്ട് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും ഈവൻ നമ്മളെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആ ഒരു ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന പല ആളുകളിൽ നിന്ന് പോലും നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനോ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിലൊന്നും വളരെ ഡിസ്കംഫർട്ടബിൾ ആവാൻ പാടില്ല. അതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, നമ്മളുടെ ആ ഒരു ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കുളിച്ച് ശുദ്ധമായി ഒന്ന് ഫ്രഷ് ആവുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നേച്ചറിൽ കുറച്ച് നേരം നടക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഒരുപാട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ പ്രപഞ്ചശക്തിയോട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, മന്ത്രം ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ ഡ്രെയിൻ ചെയ്യാനായിട്ട്, എനർജി ഡ്രെയിൻ ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ നെഗറ്റിവിറ്റിയെ എല്ലാം വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മളുടെ ആ ഒരു കംഫർട്ട് എന്ന് പറയുന്ന ആ ഒരു കംഫർട്ട് സോണല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളുടെ ആ ഒരു കംഫർട്ട് നമ്മളൊരിക്കലും വിട്ടുപോവാതെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ എനർജിയെ എപ്പോഴും വളരെ ഹൈ ആക്കി റേസ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ദിവസത്തിലും ഓരോ പ്രശ്നങ്ങളും വ്യക്തികളും വാർത്തകളും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാവാം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സോൾ ലെവലിലേക്ക് നമ്മൾ ഉയർന്നോ അല്ലെങ്കിൽ മൈൻഡ് ലെവലിൽ ഇങ്ങനെ എസ് ഓർ നോ പോലെ ഇങ്ങനെ ആ ഒരു ഡ്യുവാലിറ്റിയിൽ നിൽക്കുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ചാടിക്കയറി അതിനോട് റെസ്പോൺസ് ചെയ്യാതിരിക്കുക. വളരെ കാമായി നിന്നുകൊണ്ട് എന്ത് വലിയ പ്രൊവോക്കേഷൻ വന്നാലും നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ, മഹനീയമായിട്ടുള്ള അറിവുകൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് അത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് നമ്മളുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്യാതെ നമ്മളൊന്ന് കാമായി ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇൻഡ്യൂട്ടീവ് ലെവലിൽ എന്ത് ഡിസിഷൻ വരുന്നോ, അല്ലെങ്കിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നേരത്തെയുള്ള സ്വഭാവം ഏത് രീതിയിലാണ്, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ളതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് വണ്ടിയൊക്കെ ഓടിപ്പോകുമ്പോൾ പെട്ടെന്നൊന്ന് ബ്രേക്ക് പിടിച്ച് വണ്ടിയൊന്ന് പിടിച്ച് നിർത്തി പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ നമ്മളുടെയും ആ ഒരു ഇമോഷൻസിനെ എല്ലാം ഒന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഒന്ന് കാമായി കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ അതിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ തീരുമാനം പറയുക, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കാം
എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കാമായിട്ടിരിക്കുക. മൃഗങ്ങളൊക്കെ വേട്ടയാടി പിടിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് അവരൊരു കുറച്ച് സമയം എങ്ങനെയാണ് അതിനെ ഒന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അവരൊന്ന് കുറച്ച് കാമായിട്ട് നിൽക്കുന്നത് നമുക്ക് ഡിസ്കവറി ചാനലിലൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മൾ പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാതെ നമ്മളെ തന്നെ ഒന്ന് കാമാക്കി നിർത്തി എന്താണ് പ്രശ്നം, അതിൻ്റെ ആ ഒരു ഗൗരവം, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇതെന്നെ തന്നെ ഇല്ലാതാക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് നമ്മളിൽ തന്നെ ഒന്ന് സെൽഫ് ഡിസ്കവറി വരുത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ കുറച്ച് ഡിലേ ആക്കിയിട്ട് നമ്മുടെ റെസ്പോൺസ് റിയാക്ഷൻ എല്ലാം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ഒരു നൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ അത് നമ്മൾ റിലീസ് ചെയ്ത് കളയുക. അത് നമ്മളുടെ ഉള്ളിലിങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് ഏതൊരു വ്യക്തിയോടും ഏതൊരു സാഹചര്യത്തിനോടും ഉള്ള അറ്റാച്ച്മെൻറ്റ്, അഡിക്ഷൻസ് അല്ലെങ്കിൽ ഡൊമിനേറ്റീവ് നേച്ചർ അല്ലെങ്കിൽ എൻ്റേതാണെന്നുള്ള പൊസസീവ്നെസ്, ഈ വക കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നമ്മൾ ജീവിക്കുക. ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം പ്രപഞ്ചശക്തിയുടെയാണ്. അപ്പം ആ ഒരു സമയാസമയം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായമാണെങ്കിലും സേവനമാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുന്നിലേക്ക് പ്ലേസ് ചെയ്ത് തരുന്നതാണത്, ജീവനുള്ളതായാലും ജീവനില്ലാത്തതാണെങ്കിലും. അപ്പോൾ അതിന് സഹായം നേടുമ്പോൾ അതിനോട് താങ്ക് യു പറയാനും അല്ലെങ്കിൽ നമ്മൾക്ക് വേദന തരുന്ന എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഫൊർഗീവ്നെസ് കൊടുത്ത് ലെറ്റ് ഗോ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു റിസീവിങ് മോഡിൽ നമ്മൾ നിന്നുകൊണ്ട് ജീവിക്കുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കൊന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടും എല്ലാത്തിനോടും ഡിറ്റാച്ച്മെൻറ്റ് വരുന്ന സമയത്ത് അൺകണ്ടീഷണലായിട്ട് എല്ലാത്തിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെന്നോട് വേണ്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറിയത്, അല്ലെങ്കിൽ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് അത് അവരുടെ ആ ഒരു ലോ സെൽഫ് എസ്റ്റീം കൊണ്ട് അവർ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവരതങ്ങനെ പ്രവർത്തിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹൈ സെൽഫ് എസ്റ്റീം ആയതുകൊണ്ട് ഞാനങ്ങനെ കാണാനോ കാഴ്ചപ്പാടിൽ ആ ഒരു മാറ്റം വരുത്താനോ പാടില്ല. അതുകൊണ്ട് പ്രപഞ്ചശക്തിയോട് അവർ ചെയ്ത തെറ്റിന് ഫൊർഗീവ്നെസ് കൊടുത്ത് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്കാർഡ് ചെയ്ത് നമ്മളുടെ വഴിക്കായിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എന്ത് നെഗറ്റീവ് ഓപ്പർച്യൂണിറ്റി വന്നാലും ആ ഒരു ദിവസം തീരുന്നതിന് മുമ്പ് ഒന്ന് ജേർണൽ ചെയ്യുക, അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ചോ മെഴുകുതിരി കത്തിച്ചു വെച്ചോ നമ്മൾ പ്രപഞ്ചശക്തിയോട് തന്നെ അതെല്ലാം പറഞ്ഞു തീർക്കുക. ഒരിക്കലും ഒരു ഡബിൾ എനർജി അവർക്ക് അങ്ങനായി തീരട്ടെ ഇങ്ങനായി തീരട്ടെ, എന്നോട് ഇങ്ങനെ ചെയ്തതല്ലേ, ഒരിക്കലും അങ്ങനെ വരില്ല, നന്നായി വരില്ല, അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. അവരെന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മനസ്സിന് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് പൂർണ്ണമായിട്ടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അത് ആ ഒരു പ്രശ്നത്തിനെ ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലായാലും നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകളെല്ലാം നമ്മൾ റിലീസ് ചെയ്ത് കളയുക. റിലീസ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം ഒരു പുതിയ ദിവസം പോലെ ഒരു പുതിയ വ്യക്തിയായി നമ്മളുടെ ഉള്ളിൽ ഒരു ഗാർബേജും ബാഗേജും പെയിനും ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ചെയ്ത് റിസീവ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളെ നിർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനോടും പരാതി പറയാൻ പാടില്ല, പരാതി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഹോട്ടലിൽ ചെന്ന് നമ്മളുടെ ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ പറയുമ്പോൾ അതിനനുസരിച്ച് പാചകം ചെയ്ത് നമുക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മുന്നിൽ പ്ലേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമെന്നുള്ള രീതിയിൽ ചേസ് ചെയ്ത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വെക്കും. ചിലത് നമ്മളുടെ ആ ഒരു ലൈഫ് ലെസൺസ് വെച്ചിട്ട് നമ്മളുടെ സോൾ ലെവലിലുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ഫോഴ്സ് നമ്മുടെ മുന്നിലേക്ക് പ്ലേസ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഒരു പരീക്ഷണം പോലെ എന്ത് ഡിസിഷനാണ് എടുത്തത്, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ലൈഫ് ലെസൺസ് കൊണ്ട് നിങ്ങൾ എന്ത് പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കും. അപ്പോൾ അവിടെ എല്ലാം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾക്കത് വേണോ എന്നുള്ള രീതിയിൽ ഇൻഡ്യൂട്ടീവായിട്ട് ചോദിക്കുക. അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലിയാണെങ്കിലും ഒരു വ്യക്തിയായിട്ടുള്ള ചുമ്മാതുള്ള ബന്ധമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ശരി തന്നെ ഇൻഡ്യൂട്ടീവായിട്ട് നമുക്കത് വേണോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് ചോദിക്കുക. വേണമെന്നാണെങ്കിൽ അതിനെ കൂടെ നിർത്തുക, വേണ്ട എന്നാണെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് പോവുക. ഡബിൾ എനർജി ഒരുപാട് നമ്മളെ പ്രൊവോക്ക് ചെയ്യും അതിലേക്കൊക്കെ ചെന്ന് വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട്
കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് എവിടെയായാലും നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും ഹു ആമായി എന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരവും നിങ്ങൾ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് വെക്കുക. എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുമായിട്ട് തട്ടിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണോ എൻ്റെ ജീവിതത്തിൽ വരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടുന്ന കാര്യമാണെങ്കിൽ നമ്മളിലേക്ക് അത് റിസീവ് ചെയ്തെടുക്കുക. വേണ്ടാത്ത കാര്യമാണെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കൊന്നിനോടും പരാതിയില്ല. അവരങ്ങനെ ചെയ്തല്ലോ, ഇവരിങ്ങനെ ചെയ്തല്ലോ, ഇവരെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ലല്ലോ മനസ്സിലാക്കി വെച്ചത്, എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു പരാതിയുമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ടുന്നതിനെ സ്വീകരിക്കുക, വേണ്ടാത്തതിനെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രാക്ടീസ് നേടിയെടുക്കുക. പിന്നെ ഏറ്റവും പരമമായി അവസാനമായി നമ്മൾ മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സകല ചരം അചരം ആ ഒരു എല്ലാത്തിൻ്റെയും സുപ്രീം പേരൻ്റാണ്. അപ്പോൾ ആ ഒരു ശക്തിക്കറിയാം ഓരോ വ്യക്തികളുടെയും ഉള്ളിലിരിക്കുന്ന ഒരു ആത്മാവിന് എത്ര പവറുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ അവർക്ക് ആ ഒരു ജീവിതത്തിൽ താങ്ങാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിലേക്ക് തരുമ്പോൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഇൻഡ്യൂട്ടീവ് ലെവലിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സിനോട് അതിനുള്ള ഗൈഡൻസ് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റിന് വരുന്ന സയൻസ് സിൻക്രണസിറ്റീസിനെ എല്ലാം നമ്മളൊന്ന് അനലൈസ് ചെയ്തുകൊണ്ട് പ്രകൃതി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡായിട്ട് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലാ സമയവും ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ഗൈഡൻസിലും ആ ഒരു കൺട്രോളിലും ആ ഒരു പ്രൊട്ടക്ഷനിലും ആണ്. അങ്ങനെ ആവുമ്പോൾ ഒന്നും എന്നെ പിടിച്ചു നിർത്തുന്നില്ല, ഒന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ കർമ്മം എന്താണെന്ന് അതിൽ ഞാൻ വളരെയധികം ഫോക്കസ്ഡാണ്. മറ്റുള്ളവരെ എനിക്ക് വേദനിപ്പിക്കേണ്ട, മറ്റുള്ളവരെ എനിക്ക് ചൂഷണം ചെയ്യേണ്ട, മറ്റുള്ളവരെ എനിക്ക് കുറ്റപ്പെടുത്തണ്ട, അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു കർമ്മങ്ങളും എന്നിൽ നിന്ന് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ആ ഒരു മദർ എർത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഭൂമിയിലെ എല്ലാ വ്യക്തികൾക്കും നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നു. അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റവർ മനസ്സിലാക്കി നേർവഴിക്ക് നടക്കണേ, നയിക്കണേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ എൻ്റെ കർമ്മങ്ങളെല്ലാം വളരെ പരിശുദ്ധമാണെന്ന് എനിക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ ആ കർമ്മങ്ങളെല്ലാം ധർമ്മമായി മാറുമ്പോൾ നമുക്ക് പിന്നൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങൾ അനുസരിച്ച് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൽ നിന്ന് ഒരു ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് ജീവിതത്തിന് തന്നെ ഒരു ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊരു സെൽഫ് റിയലൈസേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എത്ര പേർക്ക് കിട്ടി മുന്നോട്ട് പോകുന്നോ യു ആർ അൺസ്റ്റോപ്പബിൾ. പക്ഷേ ആ ഒരു വെളിച്ചം അണച്ചു കളയാനും പിടിച്ചു നിർത്താനും ഒരുപാട് ഡിവിൾ എനർജി അല്ലെങ്കിൽ ഡീമൻ എനർജി നമ്മളുടെ ചുറ്റിനും ഉണ്ടാവും. അത് ആ ഈശ്വരനും സാത്താനും തമ്മിലുള്ള ആ ഒരു ടഗ് ഓഫ് വാർ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മളെ തന്നെ പിടിച്ചു നിർത്താതെ എന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാനോ ഒന്നും ശ്രമിക്കാതെ എപ്പോഴും വളരെ സറണ്ടറിങ് മോഡിൽ ആ ഒരു പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിലിരിക്കുന്ന ഒരു കുഞ്ഞു വെളിച്ചമാണ് ഞാൻ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ സറണ്ടറിങ് മോഡിൽ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ മുന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇൻഡ്യൂട്ടീവായിട്ട് തോന്നുന്നോ അതിനനുസരിച്ച് ചിന്തിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ ലൈഫ് വളരെ സക്സസ്ഫുൾ ആവും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.